കാത്തിരിപ്പിനും ആശയക്കുഴപ്പത്തിനുമൊടുവിൽ തദ്ദേശ സ്ഥാപന വാർഡ് പുനർനിർണയത്തിന്റെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. പല ഘട്ടങ്ങളിലായി രാത്രി ഏറെ വൈകിയാണ് പട്ടിക പൂർണ്ണമായി പ്രസിദ്ധീകരിച്ചത്. രാത്രി 8 മണിയോടെ പുറത്തിറങ്ങിയ വിജ്ഞാപനത്തിൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പഞ്ചായത്തുകളുടെ പേരു മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാർഡിന്റെ പേര്, നമ്പർ, അതിരുകൾ, ജനസംഖ്യ, വീടുകളുടെ എണ്ണം തുടങ്ങിയ വിശദാംശങ്ങൾ സഹിതം രാത്രി വൈകിയാണ് പ്രസിദ്ധീകരിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് കരടു പട്ടികയെക്കുറിച്ച് പരാതി ഉന്നയിക്കാൻ ഡിസംബർ 3 വരെ സമയം നൽകിയിട്ടുണ്ട്. കരടു പട്ടികയുടെ വിജ്ഞാപനത്തിൽ ഇത് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിലും രാത്രി വൈകിയും ലഭ്യമായിട്ടില്ല. പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ പുതിയ വാർഡുകളുടെ കരടു പട്ടികയാണ് ഇന്നലെ പുറത്തിറക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പഞ്ചായത്ത് അധികൃതരുമെല്ലാം പട്ടികയ്ക്കായി രാവിലെ മുതൽ കാത്തിരുന്നെങ്കിലും രാത്രി 8-നാണ് ആദ്യ വിജ്ഞാപനം വന്നത്. പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും പേരു മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതോടെ കരട് പട്ടിക പൂർണ്ണമായില്ലെന്ന പരാതികൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുയർന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് വാർഡ് പുനർവിഭജനം പൂർണ്ണമായി ഡിജിറ്റലായി നടന്നത്. ക്യൂഫീൽഡ് ആപ്പ് വഴി അതിർത്തികൾ നിശ്ചയിച്ച ഘട്ടത്തിൽ തന്നെ പരാതികൾ ഉയർന്നിരുന്നു. ജില്ലയിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 249 വാർഡുകളും നഗരസഭകളിൽ 26 വാർഡുകളുമാണ് വർദ്ധിക്കുന്നത്. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.